എൻ്റെ മക്കൾ വരുന്നുണ്ട്. അവൾ വന്നിട്ട് മൈലാഞ്ചിയൊക്കെ പറിച്ചാൽ മതിയെന്ന് പറഞ്ഞതിനോണ്ട് അവളെ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കുന്നു. ഞാൻ എന്തൊക്കെയോ ഉണ്ട് കയ്യിൽ. എന്തെന്നാണ് കയ്യിൽ? അന്നിപ്പോൾ നമ്മളെ കുഞ്ഞി മൈലാഞ്ചി ചെടിയിൽ നിന്ന് മൈലാഞ്ചി പറിക്കുകയാണ് കേട്ടോ. അതെൻ്റെ മോള് മൈലാഞ്ചി പറിക്കുന്നുണ്ട്. വലിയ കമ്പ് നോക്കണ്ട, ചെറുത് പറിച്ചോ. ഈ മൈലാഞ്ചിക്ക് ഒരു കഥ ഉണ്ട് കേട്ടോ. ആർക്കൊക്കെ അറിയാം? അധികം ആർക്കും അറിയാൻ വഴിയില്ല. കയ്യിലിടും, അങ്ങനെയല്ലേ. എനിക്കും അങ്ങനെ അറിയില്ലേനു. പിന്നെ കുറച്ച് വലിപ്പം വെച്ചേരെയാണ് കേട്ടോ അറിഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു എന്നുണ്ടാക്കാത്ത നമ്മുടെ സൂര്യദേവൻ്റെ ഭാര്യയായ ഉഷാദേവീൻ്റെ മകനാണ് യമൻ. അതായത് യമൻ ദേവൻ്റെ അമ്മാണ് ഉഷാദേവി. അന്നപ്പോൾ ഈ ഉഷാദേവിക്ക് സൂര്യൻ്റെ ചൂട് താങ്ങാൻ പറ്റാതെ അങ്ങനത്തെ ഒരു രൂപം, അതായത് ഉഷാദേവിയുടെ ഒരു രൂപം അവിടെ ഉണ്ടാക്കി വെച്ചങ്ങാണ്ട്, ഒരു ജീവനുള്ള രൂപമാക്കി വെച്ചങ്ങാണ്ടിട്ട് നമ്മുടെ ദേവി പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ദേവിയല്ല ശരിക്കും, ഉഷാദേവിയല്ല. ആ രൂപത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ആര്? ശനീശ്വര ഭഗവാൻ. പക്ഷേ ശനീശ്വരനും നമ്മുടെ സൂര്യദേവനും തമ്മിൽ ഇഷ്ടമല്ല. അതായത് ശനീശ്വരന് സൂര്യദേവന് ഇഷ്ടമല്ല, സ്വന്തം അച്ഛനെ ഇഷ്ടമല്ല. യമദേവൻ്റെ ഭാര്യയാണ് ആര്? ശ്യാമളാദേവി. അവർ തമ്മിൽ ഒരു ചെറിയ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിട്ട്, എന്തോ ഒരു ഇതായിട്ട്, എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. എന്നാലും അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ശ്യാമളാദേവി എങ്ങോട്ട് പോവാണ്? കാട്ടിലേക്ക് പോവാണ്. അപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. അത് എന്തായിരുന്നു പേര്? മരുതവാസിനി എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള പേരായിരുന്നു. അപ്പോൾ ഈ മരുതവാസിനിക്ക് അമ്മയും അച്ഛനും ആരുമില്ല, കാട്ടിൽ സ്വന്തമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ ശ്യാമളാദേവി പറഞ്ഞു, എനിക്ക് ഒരു ആശ്രയം തരുമോ, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ മരുതവാസിനിയൊക്കെ എനിക്ക് ആരുമില്ലല്ലോ, കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. ഈ മരുതവാസിനി എപ്പോഴും സൂര്യനെ അച്ഛനും അമ്മയായിട്ട് കണ്ടിട്ട് നമിക്കുന്ന ആളാണ് കേട്ടോ, സ്തുതിക്കുന്ന ആളാണ്. അന്നപ്പോൾ എന്തായിട്ട് ഒരു ദിവസം ഈ യമദേവന് തൻ്റെ ഭാര്യനെ വേണം, അങ്ങനെ ഇതായിട്ട് യമദേവൻ വരികയാണ്. ആരടുത്തേക്ക്? കാട്ടിലേക്ക് വരികയാണ്, നമ്മളെ ശ്യാമളാദേവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അന്നപ്പോൾ ശ്യാമളാദേവി എന്തു പറയും? അല്ല, ശ്യാമളാദേവിനെ കാണുന്നില്ല, കാണുന്നത് മരുതവാസിനീനെ. അപ്പോൾ മരുതവാസിനി എങ്ങനെ വെച്ചാലും സമ്മതിക്കുന്നേ ഇല്ല ശ്യാമളാദേവിനെ കൊണ്ടുപോകണം എന്നുള്ളത്. എന്താണ് ഇവൾ എൻ്റെ ഭാര്യയല്ലേ, എനിക്ക് കൊണ്ടുപോയിക്കൂടെ എന്നുള്ളതിൽ എന്തായി? നമ്മളെ യമദേവന് ദേഷ്യം പിടിച്ചു. യമദേവൻ്റെ കയ്യിലുള്ള ആയുധം എടുത്തിട്ട് വധിച്ചു. ആരെ വധിച്ചു? നമ്മളെ മരുതവാസിനീനെ വധിച്ചു. അന്നിപ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാണ്ട് ശ്യാമളാദേവി വരികയാണ്. അപ്പോൾ ശ്യാമളാദേവി വരുമ്പോൾ ഫുള്ള് ബ്ലഡ്, ഇങ്ങനെ രക്തം ഇതായിട്ട്, എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ എൻ്റെ ഭാഷയിൽ പറയാൻ കേട്ടോ, എന്ത് പണിയാണ് കാണിച്ചത്? അങ്ങനെ ഇതൊക്കെ ചെയ്യാവോ? എനിക്കൊരാശ്രയം തന്ന ആളല്ലേ, അങ്ങനെ എന്നൊക്കെ പറയും. ആര്? നമ്മളെ ശ്യാമളാദേവി. അപ്പോൾ പറഞ്ഞ് എനിക്ക് എന്തായാലും വേണ്ടില്ല, ഒക്കെ ജീവിതം കൊടുക്കണം എന്നാണ്, ജീവൻ കൊടുക്കണം എന്നാണ്. അന്നിപ്പോൾ യമദേവൻ പറ്റൂല എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ജീവനൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോയത് തന്നെയാണ്, ജീവൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ സങ്കടപ്പെട്ട് കരയണം ആര്? ശ്യാമളാദേവി. അന്നപ്പം യമദേവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറെ ഒരു രൂപത്തിലാക്കി കൊടുക്കുക. അങ്ങനെ ആ ബ്ലഡ് എല്ലാം കൂടി എടുത്തും കണ്ടിട്ട് എന്താക്കി, ഒരു ചെടിയായിട്ട് വരികയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം മാതിരി നമ്മളെ മരുതവാസിനിക്കിനോട് പിന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ അത് വേണ്ടതെന്നൊക്കെ ചോദിക്കില്ല, നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ വരദാനം. അങ്ങനെ ചോദിക്കുമ്പോൾ മരുതവാസിനി പറയും, എന്നെ കയ്യിലിടുന്ന ഒരു 6 ദിവസത്തേക്ക് കാലനടുക്കരുത്, അങ്ങനെ പറയും. അതായത് നമ്മൾ കയ്യിലിട്ട് 6 ദിവസം അതേപോലെ മൈലാഞ്ചിൻ്റെ കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ കാലനടുക്കരുത് എന്ന് പറയും. ഈ യമദേവൻ എടുക്കരുത് എന്ന് കേട്ടോ, അങ്ങനെ പറയും. പിന്നെന്താ പറഞ്ഞിനെ? പിന്നെ എന്നെ കയ്യിൽ ഉള്ള ഇത് ഇത് നമ്മൾ പൊതുവേ പറയാം, മൈലാഞ്ചി കയ്യിലിടുന്നത് ഐശ്വര്യ സർവ്വ സമ്പത്തോ ഒക്കെ ഇതാവും. ലക്ഷ്മി ദേവിനെയാണ് നമ്മൾ ഇതാക്കുന്നത്. നമ്മൾ ഓരോരോ വസ്തുക്കൾക്ക് ഓരോന്നും കാണുന്നുണ്ടല്ലേ, അതേമാതിരി മൈലാഞ്ചീനെ അങ്ങനെ ലക്ഷ്മി ദേവിക്ക് തുല്യമാണ് കാണുന്നത്. നമ്മൾ തുളസി ചെടി അങ്ങനെ കാണില്ലേ, അതേ കണക്ക്.
അത് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇതേ കണക്ക് വേറൊരു കഥ എന്ന് പറയുന്നത് നമ്മളെ സീതാദേവി കാട്ടിലിരിക്കുന്ന സമയത്ത് കാട്ടിൽ ചുറ്റിലും ഇങ്ങനെ രാമൻ രക്ഷിക്കാൻ വരുന്നുണ്ടല്ലോ. അന്നപ്പം സീതാദേവി പറയും, എനിക്ക് കൂട്ടായിട്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ കേൾക്കാനിരുന്നത് ഇങ്ങനെ മൈലാഞ്ചി ചെടീൻ്റെ നടുവിലാണ് ഇരിക്കുന്നത്. അന്നപ്പോൾ സീതാദേവി പറയും രാമൻ്റെ അടുത്ത് എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കണമെന്ന് പറയും. ആർക്ക്? മൈലാഞ്ചി ചെടിക്ക്. അപ്പോൾ മൈലാഞ്ചി ചെടി ഇത് മരുതവാസിനി തന്നെ പറയും, വേണ്ട, നിങ്ങളെ സന്തോഷം മാതിരി ഇന്നെ കയ്യിൽ അണിയുന്നവർ, അങ്ങനെ കയ്യിൽ അണിയുന്നവർക്ക് എന്നും എക്കാലത്തും സന്തോഷം സമൃദ്ധിയും കൊടുക്കണം എന്നാണ് പറയുന്നത്. എനിക്കറിയുന്ന കഥകൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല നമ്മുടെ ഇപ്പം നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ, അത് ഏത് സമുദായക്കാരായാലും നമ്മൾ ഇടുന്നുണ്ടല്ലോ മൈലാഞ്ചി. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ഒക്കെ സിമ്പലാണ് കേട്ടോ മൈലാഞ്ചി. ചെടി വളർത്തുന്നതും നല്ലതാണ്, ഇടുന്നതും അത്രയും നല്ലതാണ് കേട്ടോ. ഉള്ളവരിടണം, ഇല്ലാത്തവർ കുഴിച്ചിടാൻ നോക്കുക. ഇപ്പം നമ്മുടെ വാടക വീട്ടിലാണെങ്കിലും നമ്മൾ കുഴിച്ചിടുന്നില്ലേ, അതേമാതിരി എങ്ങനെ ചെയ്യാൻ നോക്കാം. എൻ്റെ മോള് ചെടി ഇതാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.